നമസ്കാരം. മഷ്നോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. ആദ്യ ദിനം പത്രിക നൽകിയവരിൽ KM മാണിയും കുമ്മനവും K മുരളീധരനും അടക്കമുള്ള പ്രമുഖർ. ഉറച്ച വിജയപ്രതീക്ഷ പങ്കുവെച്ച് സ്ഥാനാർത്ഥികൾ. സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചതാണ് LDFന്റെ മദ്യനയമെന്ന് VS. അധികാരത്തിൽ വന്നാൽ ഒറ്റബാറും തുറക്കില്ല. UDFന്റേത് ഇരട്ടത്താപ്പ് നയം. LDFിൽ കുഴപ്പമെന്നത് മാധ്യമ സൃഷ്ടിയെന്ന് കാനം. റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്കിടെ BJP പ്രവർത്തകർ മുഹമ്മദ് റിയാസിനോട് പാകിസ്ഥാനിൽ പോകാൻ ആക്രോശിച്ചത് CPIM പ്രചരണായുധമാക്കുന്നു. വിഷയം ചർച്ച ചെയ്യുമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. റിയാസ് പോലീസിൽ പരാതി നൽകി. തെരഞ്ഞെടുപ്പോടെ RSP ഇല്ലാതാകുമെന്ന് പറഞ്ഞ പിണറായിക്ക് NK പ്രേമചന്ദ്രന്റെ മറുപടി. വിജയന്റേത് ദിവാസ്വപ്നം. വ്യക്തമായത് മറ്റിടതു പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാനുള്ള CPIM നയമെന്നും പ്രേമചന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KM മാണി, കുമ്മനം രാജശേഖരൻ, K മുരളീധരൻ തുടങ്ങിയ പ്രമുഖർ ഇന്ന് പത്രിക നൽകി. പത്രികാ സമർപ്പണത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷ പങ്കുവച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ ഇന്ന് 11 മണി മുതലാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങിയത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷനും കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ V മുരളീധരനാണ് ആദ്യം പത്രിക സമർപ്പിച്ച പ്രമുഖരിൽ ഒരാൾ. രാഹുകാലത്തിന് പോലും കാത്തുനിൽക്കാതെയായിരുന്നു V മുരളീധരന്റെ പത്രികാ സമർപ്പണം. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലയിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം KM മാണി പറഞ്ഞു. പ്രതീക്ഷയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. എങ്കിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭരണത്തുടർച്ചയുണ്ടാവും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിനൊരു ബദൽ രാഷ്ട്രീയ ശക്തിയാണ് NDA എന്ന് സർവ്വ രാഷ്ട്രീയ നിരീക്ഷകന്മാരും വസ്തുനിഷ്ഠമായി സത്യസന്ധമായി രാഷ്ട്രീയ സ്ഥിതികളെ നിരീക്ഷിക്കുന്നവരും വിലയിരുത്തുന്നവരുമെല്ലാം ഒരുപോലെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കും. LDFും UDFും ഇറക്കിയ പ്രകടന പത്രിക തന്നെ കേരളത്തെ പിന്നോട്ട് നയിക്കുന്നതാണ്. സഹോദരങ്ങളായ K മുരളീധരനും പത്മജ വേണുഗോപാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഒരേ ദിവസം തന്നെ തെരഞ്ഞെടുത്തതും കൗതുകമായി. ബഹുമദിനമായ ഇന്ന് മരത്തൈ നട്ടുകൊണ്ടാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. നിയമസഭാ സ്പീക്കർ N ശക്തൻ കാട്ടാക്കടയിലും തൃക്കരിപ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M രാജഗോപാലും മഞ്ചേശ്വരത്ത് CH കുഞ്ഞമ്പുവും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. ഈ മാസം 29 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്കിടെ CPIM നേതാവ് PA മുഹമ്മദ് റിയാസിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ BJP പ്രവർത്തകർ ആക്രോശിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ CPIM തീരുമാനം. BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് റിയാസ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകി. വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഉയർത്തുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ വ്യക്തമാക്കി. റിപ്പോർട്ടറിന്റെ കേരള കുരുക്ഷേത്രം പരിപാടിക്കിടെയായിരുന്നു CPIM നേതാവ് PA മുഹമ്മദ് റിയാസിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. ഇത് സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ടാണെന്ന് ആരോപിച്ച് റിയാസ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകി. പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് ആക്രോശിച്ച് വരികയും ചർച്ച നിയന്ത്രിച്ച ആങ്കറുടെ ഷർട്ടിൽ കയറി പിടിക്കുകയും കസേരകൾ ചവിട്ടി മാറ്റുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ട വകുപ്പുണ്ടായിട്ടും എടുക്കാത്ത സ്ഥിതി വന്നു. വിഷയം സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉയർത്താനും CPIM ജില്ലാ നേതൃത്വം തീരുമാനിച്ചു. അതിശക്തമായ നടപടിയെടുക്കണം. പാകിസ്ഥാനിൽ പോയിക്കൊള്ളാൻ കൽപ്പിക്കുന്നു. അങ്ങനെ പറയാനുള്ള പിൻബലം എവിടുന്ന് കിട്ടി? അങ്ങനെ പറയാനുള്ള ഈ കോഴിക്കോട് പോലുള്ള പ്രബുദ്ധമായ ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ തലസ്ഥാനമെന്ന് വരെ നമുക്ക് അഭിമാനിക്കാനാവുന്ന ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന്, മതനിരപേക്ഷതയുടെ കേന്ദ്രമായി കോഴിക്കോട് നഗരത്തിൽ നിന്ന് അങ്ങനെ പറയാനുള്ള കരുത്ത് കിട്ടുന്നത്, പ്രചോദനം കിട്ടുന്നത്, ഇതിനേക്കാളും അപ്പുറം കാണിച്ചാലും ഒരു നടപടിയും സ്വീകരിക്കില്ല ഈ കേരളത്തിലെ ഗവൺമെൻറ് എന്നുള്ള ഒരു തോന്നലാണ് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം അടിസ്ഥാനമാവുന്നത്. ഇതിനു പുറമെ മന്ത്രി MK മുനീർ BJPയുമായി വോട്ട് കച്ചവടത്തിന് നീക്കം നടത്തുന്നതായുള്ള ആരോപണം, പേരാമ്പ്രയിൽ കാലിക്കച്ചവടക്കാരെ ആക്രമിച്ചത് തുടങ്ങിയ വിഷയങ്ങളും CPIM തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചാ വിഷയമാക്കും. 3 വിഷയങ്ങളും ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ സഹായകമാകുമെന്നാണ് CPIM വിലയിരുത്തൽ. റിപ്പോർട്ടർ കോഴിക്കോട്. മന്ത്രി K ബാബുവിന്റെ പ്രചാരണത്തിനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവരാണ് മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രചാരണം നടത്തുന്നത്.
തൃപ്പൂണിത്തുറയിൽ LDF സ്ഥാനാർത്ഥി M. സ്വരാജിന് വേണ്ടി DYFI പ്രവർത്തകർ ശക്തമായി രംഗത്തിറങ്ങിയതോടെയാണ് UDF സ്ഥാനാർത്ഥി K. ബാബുവിനായി യൂത്ത് കോൺഗ്രസുകാരും പ്രചരണം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ തമ്പടിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനം. ബാർകോഡ് ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും K. ബാബുവിന്റെ പരാജയത്തിനായി ബാർ മുതലാളിമാർ മണ്ഡലത്തിൽ പണം ചിലവാക്കുന്നുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. കേരളത്തിലെ അറിയപ്പെടുന്ന മദ്യ രാജാക്കന്മാർ എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള ആളുകൾ ചാക്കുമായി പണവുമായി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. വീടുകളും കടകളും കയറിയിറങ്ങി K. ബാബുവിന്റെ വിജയത്തിനായി വോട്ട് തേടുന്ന തിരക്കിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. അതേസമയം UDF പ്രവർത്തകർക്ക് ഇടതുമുന്നണി പ്രവർത്തകരിൽ നിന്നും ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ സംരക്ഷണ വലയം തീർക്കാനും യൂത്ത് കോൺഗ്രസ് പദ്ധതിയിടുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. തൃക്കാക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PT തോമസിന് വേണ്ടി പ്രചാരണത്തിന് പഴയ സഹപാഠികളും PT തോമസിന്റെ വിജയത്തിന് വേണ്ടി വെബ്സൈറ്റ് വരെ തുടങ്ങിയിരിക്കുകയാണ് ഇവർ. നടൻ രവീന്ദ്രൻ അടക്കമുള്ളവരാണ് മഹാരാജാസ് കോളേജിൽ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന PT തോമസിനായി രംഗത്തെത്തിയിരിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ PT തോമസിനൊപ്പം പഠിച്ച സുഹൃത്തുക്കളാണ് PT തോമസിന്റെ പ്രചരണത്തിനായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രകൃതിക്കും PTക്കും വേണ്ടി ഒരു വോട്ട് എന്ന മുദ്രാവാക്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. PT തോമസിന്റെ വിജയത്തിനായി വെബ്സൈറ്റും ഇവർ ആരംഭിച്ചിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ മേരി മെറ്റിൽഡ, നടൻ രവീന്ദ്രൻ തുടങ്ങിയവരാണ് ഫ്രണ്ട്സ് ഫോർ PT എന്ന സംഘടനയ്ക്ക് പിന്നിൽ. തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് മുൻപ് പരിസ്ഥിതി രംഗത്ത് വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും അതിൽ എന്ത് നഷ്ടം വന്നാലും അടിയുറച്ചു നിൽക്കും എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്തുണ കൊടുക്കേണ്ടത് ഒരാവശ്യമായി ഞങ്ങൾ നോക്കിക്കാണുകയാണ്. വരും ദിവസം PT തോമസിന്റെ വിജയത്തിനായി മണ്ഡലത്തിലുടനീളം പ്രചരണം സംഘടിപ്പിക്കാനാണ് ഇവരുടെ പദ്ധതി. റിപ്പോർട്ടർ, കൊച്ചി. കോൺഗ്രസിന്റെ കയ്യിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന അടൂർ മണ്ഡലത്തിൽ അട്ടിമറി ജയമാണ് കഴിഞ്ഞ തവണ LDF നേടിയത്. കോൺഗ്രസിന്റെ പന്തളം സുധാകരനെ 600-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് CPIയിലെ ചിറ്റയം ഗോപകുമാർ നിയമസഭയിൽ എത്തിയത്. ഇത്തവണ വിജയപ്രതീക്ഷയിലാണ് UDF. തോട്ടം തൊഴിൽ മേഖല ഏറെയുള്ള പ്രദേശമായ അടൂരിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA ചിറ്റേ ഗോപകുമാറും UDFനായി KK ഷാജുവും NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് P. സുധീറും മത്സര രംഗത്തുണ്ട്. പ്രചരണ രംഗത്ത് സജീവമാണ്. സിറ്റിംഗ് MLA ചിറ്റേ ഗോപകുമാർ താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് പിടിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഞാൻ MLA ആയിരുന്നുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ലഭിച്ച പണം പൂർണ്ണമായി ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിരുന്നത്. 9 സ്കൂളുകളാണ് ഡിജിറ്റൽ സ്കൂളുകളായി മാറിയത്. JSS വിട്ട് കോൺഗ്രസിലെത്തിയ KK ഷാജു ഇത്തവണ അടൂർ മണ്ഡലം തിരിച്ചുപിടിക്കുന്ന വാശിയിലാണ്. സിറ്റിംഗ് MLAയുടെ വികസന മുരടിച്ചുകൾ ചൂണ്ടിക്കാട്ടിയാണ് KK ഷാജു വോട്ട് പിടിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് അടൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഉണ്ടായതെന്ന് KK ഷാജു പറയുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി അടൂർ നിയോജക മണ്ഡലത്തിൽ വികസനത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വികസന വരൾച്ചയാണ്. ഇവിടെ തിരുവഞ്ചൂരും ഈ പഞ്ചായത്ത് കൊടുമൺ 3 ടേമായി മന്ത്രി അടൂർ പ്രകാശും നേഴ്സ് ചെയ്ത് പരിചരിച്ചു പോകുന്ന ഒരു നിയോജകമണ്ഡലമാണ്. ഇത്രയെല്ലാം വികസനവും പുരോഗതിയും ഈ അടുത്ത കാലത്ത് ഈ മേഖലയിൽ വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി P. സുധീർ മത്സര രംഗത്തുള്ളത്. ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തങ്ങൾക്ക് ആവുമെന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. SNDPയുടെയും BJPയുടെയും വോട്ടുകൾ ലഭിച്ചാൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് NDA സഖ്യത്തിന്റെ പ്രതീക്ഷ. ഇരു മുന്നണികളുടെയും വികസന മുരടിച്ചുകൾ തന്നെയാണ് BJPയും എടുത്തുകാട്ടുന്നത്. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കേരളത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണിത്. കേരളത്തിലെ യാതൊരു വികസന പ്രവർത്തനങ്ങളും എത്താത്ത ഒരു നിയോജക മണ്ഡലമാണ്. റബ്ബർ തോട്ടം തൊഴിൽ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് അടൂർ. തോട്ടം മേഖല എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടർച്ചയായി 4 തവണ വിജയിച്ച മണ്ഡലം കൂടിയാണ് അടൂർ. കഴിഞ്ഞ തവണ സംവരണ മണ്ഡലമായി അടൂർ മാറിയപ്പോൾ തിരുവഞ്ചൂർ കോട്ടയത്തേക്ക് മാറി. പകരം കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് പന്തളം സുധാകരനായിരുന്നു അടൂരിൽ മത്സരിച്ചത്. എന്നാൽ വിജയം CPIഎമ്മിനോടൊപ്പമായിരുന്നു. 2 പതിറ്റാണ്ടുകാലം കയ്യിലുണ്ടായിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടു പോയതിന്റെ ആഘാതം UDF ക്യാമ്പിൽ നിന്ന് ഇതുവരെ വിട്ടുപോയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എങ്ങനെയെങ്കിലും മണ്ഡലം തിരിച്ചുപിടിക്കാനെന്ന വാശിയിലാണ് UDF ക്യാമ്പ്. ക്യാമറമാൻ കണ്ണൻ S. പ്രസന്നൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പോടെ RSP ഇല്ലാതാകുമെന്ന പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി NK പ്രേമചന്ദ്രൻ. RSP ഇല്ലാതാക്കാൻ കഴിയുമെന്നത് പിണറായിയുടെ ദിവാസ്വപ്നം മാത്രമാണെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യുക എന്ന CPIM നയത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ് പിണറായിയുടെ വാക്കുകളെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു.
RSP വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച കോവൂർ കുഞ്ഞുമ്മന് സീറ്റ് നൽകിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവന നടത്തിയത്. RSP ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ UDFന് ജീർണത ബാധിച്ചിട്ടുണ്ട്, നല്ല ജീർണതയാണ്. പിന്നെ ആ ജീർണത കൂടി വരികയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ജീർണതയുടെ കൂടെ നിന്ന് ജീർണതയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഇടതുപക്ഷ മേന്മയായിട്ട് പറയാനേ കഴിയില്ല. ഏതായാലും RSP ഈ സ്വീകരിച്ച നിലയിൽ അവരുടെ അണികളിൽ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ ക്ഷീണമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ പിണറായിയുടെ പ്രസ്താവനയ്ക്ക് അതേ നാണയത്തിൽ മറുപടിയുമായി NK പ്രേമചന്ദ്രൻ രംഗത്തെത്തി. ഇടതു പാർട്ടികളെ ഇല്ലായ്മ ചെയ്യുക എന്ന CPM നയത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ് പിണറായി നടത്തിയത്. RSP ഇല്ലാതാകുമെന്നത് പിണറായിയുടെ ദിവാസ്വപ്നം മാത്രമാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. RSP വിമുക്ത കേരള രാഷ്ട്രീയം എന്നുള്ള പിണറായി വിജയന്റെ ദിവാസ്വപ്നവും നരേന്ദ്രമോദിയുടെ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന ദിവാസ്വപ്നവും ഏതാണ്ട് സമാനമാണ്. ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. ഇടതു പാർട്ടികളെ ഇല്ലായ്മ ചെയ്ത് CPMന്റെ ഏക പാർട്ടി മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു. റിപ്പോർട്ടർ, കൊല്ലം. പ്രഖ്യാപനങ്ങൾ നടത്തി തിരിഞ്ഞു നോക്കാത്തവർക്ക് ഇത്തവണ വോട്ടുണ്ടാകില്ലെന്ന് കോഴിക്കോട് നയനാംവളപ്പിലെ ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ. ഫുട്ബോൾ ആരാധനയുടെ പേരിൽ ലോകപ്രശസ്തരായ നയനാംവളപ്പുകാരുടെ ഏക ആവശ്യം സ്വന്തമായൊരു മിനി സ്റ്റേഡിയമാണ്. ഇത് നടപ്പിലാക്കാൻ സഹായിക്കുമെന്ന് 100% ഉറപ്പു നൽകുന്നവർക്ക് ഇത്തവണ വോട്ടുള്ളൂ എന്നാണ് നയനാംവളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷന്റെ നിലപാട്. ഫുട്ബോൾ പ്രേമത്തിന്റെ കാര്യത്തിൽ നയനാംവളപ്പുകാരോളം വരില്ല ബ്രസീലുകാർ പോലും. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ ഈ വാക്കുകൾ മാത്രം മതി നയനാംവളപ്പുകാരുടെ കായിക താല്പര്യം തിരിച്ചറിയാൻ. എന്നാൽ ജനസാന്ദ്രതയിൽ വീർപ്പുമുട്ടുന്ന നയനാംവളപ്പിലും പള്ളിക്കണ്ടിയിലുമൊക്കെയുള്ള സ്കൂളുകളിൽ പോലും കുട്ടികളെ പരിശീലിപ്പിക്കാനൊരു മൈതാനം പോലുമില്ല. ഇതിനായി സ്ഥലം കണ്ടെത്തി പേരും നിശ്ചയിച്ചു, നയനാംവളപ്പ് കോതി മിനി സ്റ്റേഡിയം. എന്നാൽ ഇത് ഏറ്റെടുത്ത് മൈതാനമാക്കാമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥാനാർത്ഥികളും വാക്കു നൽകി. വാക്കായി തന്നെ തുടരുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തത്. വാഗ്ദാനങ്ങൾ പുതുക്കി സ്ഥാനാർത്ഥികൾ പിന്നെയും എത്തി നയനാംവളപ്പിൽ. നമ്മൾ ഈ പ്രാവശ്യം ആവശ്യപ്പെടുന്നത് ഈ പ്രഖ്യാപനങ്ങളെല്ലാം മാറ്റി ഇതൊരു തീരുമാനമാക്കുന്ന കാര്യത്തിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ആ കാര്യത്തിൽ അവരെന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവരുടെ നിലപാട് പരസ്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ഇത്തവണ പ്രഖ്യാപനങ്ങളിൽ മാത്രം മയങ്ങി വോട്ടുണ്ടാകില്ല. മിനി സ്റ്റേഡിയം എന്ന ചിരകാല സ്വപ്നം പൂർത്തിയാക്കാൻ എന്തൊക്കെ ചെയ്യുമെന്നറിയണം. ഇപ്പോൾ മണ്ണിട്ട് മൂടി പോലത്തെ ശരിയായി ഓലൊക്കെ എന്തിനുണ്ടാന്ന് പറഞ്ഞിട്ട് ഓലാരും ഇങ്ങോട്ട് കാങ്ങണ വരെയില്ല. ഓലൊക്കെ വാഗ്ദാനം തന്നു പോവാണ് ചെയ്തത് മൊത്തം കൗൺസിലർമാർ. നയനാംവളപ്പ് കോതി മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാത്തവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് നയനാംവളപ്പുകാർ. നയനാംവളപ്പിൽ നിന്നും TK സബീന, റിപ്പോർട്ടർ. മത്സരരംഗത്തിറങ്ങാതെ അഴിമതി ആരോപണ വിധേയർക്കെതിരെ പ്രചാരണത്തിനിറങ്ങാൻ ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നു. വർഗീയതയ്ക്കെതിരായ പോരാട്ടമായി BJP സംസ്ഥാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിലും ആം ആദ്മി പ്രചാരണത്തിന് ഇറങ്ങും. അഴിമതി ആരോപണ വിധേയർ മത്സരിക്കുന്ന മണ്ഡലത്തിലായിരിക്കും ആം ആദ്മി പ്രവർത്തകർ ഇവർക്കെതിരെ പ്രചരണത്തിനിറങ്ങുക. അഴിമതി ആരോപണ വിധേയരെ പരാജയപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആം ആദ്മി പ്രവർത്തകർ രംഗത്തെത്തും. മന്ത്രിമാരായ KA ബാബു, അടൂർ പ്രകാശ്, KM മാണി, അനൂപ് ജേക്കബ്, ഇബ്രാഹിം കുഞ്ഞ്, കൂടാതെ ഉണ്ണിയാടൻ, പിണറായി വിജയൻ, EP ജയരാജൻ തുടങ്ങിയവരുടെ മണ്ഡലത്തിലായിരിക്കും പ്രചരണം. BJP നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിലും ആം ആദ്മി പ്രവർത്തകർ പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വർഗീയതയ്ക്ക് തുടക്കമിട്ടത് BJP ആണെന്നാണ് ഇവരുടെ ആരോപണം. O രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ തുടങ്ങിയവരുടെ മണ്ഡലത്തിൽ പ്രചരണം നടത്തും. ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരായ സമരത്തിൽ രൂപം കൊണ്ട പാർട്ടിയാണ്. അതുകൊണ്ട് കേരളം പോലെ അഴിമതിയിൽ മുങ്ങിയ ഒരു സ്ഥലത്ത് ആം ആദ്മി പാർട്ടിക്ക് വെറുതെ ഇരിക്കാനാവില്ല. കൃത്യമായും അഴിമതി വളരെ നോണായ, ഏറ്റവും അറിവിൽ അഴിമതി നടത്തിയ ആളുകൾക്കെതിരെ അതിശക്തമായ പ്രചരണം ആ മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് പാർട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി KA ബാബുവിന്റെ മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് തിങ്കളാഴ്ച പ്രചരണം ആരംഭിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി. KM മാണി കോഴ വാങ്ങിയത് താൻ ഒരിടത്തും നിഷേധിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി ആന്റണി രാജു. ബാറുടമകൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ അഴിമതി തന്നെയാണ് ആന്റണി രാജുവിന്റെ മുഖ്യ പ്രചാരണ ആയുധം. ബാർക്കോഴ കേസിൽ ചാനൽ ചർച്ചകളിൽ KM മാണിക്ക് ഏറ്റവും പ്രതിരോധം തീർത്തത് ആന്റണി രാജു ആയിരുന്നു. എന്നാൽ KM മാണി കോഴ വാങ്ങിയിട്ടില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നാണ് ആന്റണി രാജു വോട്ടർമാരോട് പറയുന്നത്. ബാർക്കോഴ വിഷയത്തിൽ ചില ബാറുടമകൾ എൻ്റെ കേരള കോൺഗ്രസ് പാർട്ടി നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഏതൊരു പാർട്ടിയും സംരക്ഷിക്കാനുള്ള ബാധ്യത ആ പാർട്ടി പ്രവർത്തകനുണ്ട്, ഓരോ പാർട്ടി പ്രവർത്തകനുണ്ട്. ആ കടമ മാത്രം നിർവഹിച്ചെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും KM മാണി കോഴ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച്
KM മാണിയുടെ പേരിൽ നിയമപരമായി കേസെടുക്കാൻ തെളിവുകളില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ അതിൽ മാത്രം ഉറച്ചു നിന്നുണ്ടോ, അല്ല അഭിപ്രായം മാറ്റേണ്ട കാര്യമില്ല. UDFന്റെ ദുർഭരണം അവസാനിപ്പിക്കാനാണ് താൻ LDFനൊപ്പം ചേർന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ VS ശിവകുമാറിന് സാധിച്ചിട്ടില്ല. UDF ഗവൺമെന്റിന്റെ വികൃതമുഖം ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നവും കുടിവെള്ളക്ഷാമവുമാണ് ആന്റണി രാജു ഉയർത്തുന്ന മറ്റ് പ്രചരണ വിഷയങ്ങൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണ വഴികൾ പലതാണ്. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണങ്ങൾ മാത്രമല്ല വോട്ട് പിടിക്കാനുള്ള വഴിയെന്ന് സ്ഥാനാർത്ഥികൾക്ക് നന്നായി അറിയാം. സോഷ്യൽ മീഡിയയിൽ പുത്തൻ പ്രചരണ പരീക്ഷണം നടത്തുകയാണ് DYFI സംസ്ഥാന സെക്രട്ടറിയും തൃപ്പൂണിത്തറയിലെ ഇടത് സ്ഥാനാർത്ഥിയുമായ M. സ്വരാജ്. ഇടതുപക്ഷത്തിന്റെ യുവത്വത്തിന്റെ പോരാളി, സമരമുഖങ്ങളിൽ എന്നും വിജയങ്ങൾ കൊയ്ത കേരളത്തിന്റെ യുവത്വത്തിന്റെ ശബ്ദം, നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് M. സ്വരാജിനെ വിജയിപ്പിക്കുക. ഈ സെൽഫി വീഡിയോ തൃപ്പൂണിത്തുറയിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ പ്രചരണ രംഗത്തെ പുതിയ ഹൈടെക് പരീക്ഷണമാണ്. ജയരാജ് വാര്യർ മാത്രമല്ല, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംവിധായകൻ പ്രിയനന്ദൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരിൽ പലരും ഇത്തരത്തിൽ സെൽഫി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വരാജിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം സ്വരാജ് ജയിക്കേണ്ടതിന്റെയും LDF അധികാരത്തിലെത്തേണ്ടതിന്റെയും ആവശ്യകത പറഞ്ഞു പോകുന്നു. ഇവരെ കൂടാതെ സഹപാഠികളുടെയും പഠിപ്പിച്ച അധ്യാപകരുടെയും എല്ലാം വീഡിയോസ് പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആദ്യം മുതൽ സജീവമായ സ്വരാജ് സോഷ്യൽ മീഡിയയിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. വോട്ട് ഫോർ M. സ്വരാജ് എന്ന പേജ് നിലനിൽക്കെ തന്നെ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പുതിയൊരു പരീക്ഷണം കൂടി നടത്തി. അതിനായി സെൽഫി ഫോർ സ്വരാജ് എന്നൊരു പേജ് കൂടി ആരംഭിച്ചു. SFI പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഈ സംരംഭത്തിന് പിന്നിൽ. പക്ഷേ ഈ പുതിയ പരീക്ഷണം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. 100 കണക്കിന് സെൽഫി വീഡിയോകളാണ് ദിനവും ലഭിക്കുന്നതെന്ന് പ്രവർത്തകർ പറയുന്നു. ഇതിൽ നിന്ന് തെരഞ്ഞെടുത്ത വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഹൈടെക് പരീക്ഷണം ഇതിനോടകം തന്നെ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് വോട്ടായി പെട്ടിയിൽ വീഴുമോ എന്നറിയാൻ കാത്തിരിക്കണം മെയ് 19 വരെ. ഇലക്ഷൻ ഡെസ്ക്, റിപ്പോർട്ടർ. തർക്കങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ LDF നേതാക്കൾ പലപ്പോഴും പഴിക്കുന്നത് മാധ്യമങ്ങളെയാണ്. CPIMലെ തർക്കങ്ങളെക്കുറിച്ചും CPIയിൽ K. അജിത്തിന് സീറ്റ് നൽകാത്തതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കുറ്റപ്പെടുത്തിയത് മാധ്യമങ്ങളെ. കാനത്തിന്റെ വാക്കുകളാണ് ഇന്ന് ഉച്ചഭാഷിണിയിൽ. ഇടതുപക്ഷ മുന്നണിയിൽ അങ്ങനെ ഒരു തർക്കവുമില്ല. നിങ്ങൾ സൃഷ്ടിക്കുന്ന ചില തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം തർക്കങ്ങളെ ധാരാളമായിട്ട് അതിജീവിച്ചാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അടച്ച ബാറുകൾ തുറക്കില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞതാണ് LDFന്റെ മദ്യനയമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. LDF വന്നാൽ ഒറ്റ ബാറും തുറക്കില്ല. വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും മുയലിനൊപ്പം ഓടുകയും ചെയ്യുന്നതാണ് UDFന്റെ മദ്യനയമെന്ന് VS ഫേസ്ബുക്കിൽ കുറിച്ചു. സീതാറാം യെച്ചൂരി പറഞ്ഞതാണ് പാർട്ടിയുടെ മദ്യനയമെന്ന് വ്യക്തമാക്കിയാണ് VS അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചുകൊണ്ടുവന്ന് മദ്യവർജനം നടപ്പാക്കുന്നതാണ് നയം. അടച്ച ബാറുകൾ തുറക്കില്ലെന്ന് യെച്ചൂരി പറഞ്ഞത് ഈ നയത്തിന്റെ ഭാഗമാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പുതിയ ഒരു ബാറും തുറക്കുകയില്ല. നിലവിലുള്ള മദ്യവിതരണ സമ്പ്രദായം അഴിച്ചുപണിയും. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള അഴിച്ചുപണിയായിരിക്കും ഇതെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറപ്പു നൽകുന്നു. എന്നാൽ ബാറുകളെല്ലാം ഒറ്റയടിക്ക് പൂട്ടുകയല്ല വേണ്ടതെന്നും VS നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും മുയലിനൊപ്പം ഓടുകയും ചെയ്യുന്നതാണ് UDFന്റെ മദ്യനയമെന്ന വിമർശനവും VS ഉന്നയിക്കുന്നു. ഡിസ്റ്റിലറി സ്ഥാപിക്കാൻ മദ്യരാജാവ് വിജയ് മല്യയ്ക്ക് ഭൂമി പതിച്ചു കൊടുത്തതിനെയും VS കളിയാക്കുന്നുണ്ട്. കൂടുതൽ ഡിസ്റ്റിലറി തുടങ്ങിയാണോ മദ്യനിരോധനമെന്നാണ് VSന്റെ ചോദ്യം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഈ ഭൂമി തിരിച്ചെടുക്കണം. UDFന്റെ മദ്യനയമനുസരിച്ച് ഇപ്പോഴത്തെ ബാറുകാർ ബിനാമി പേരുകളിൽ വന്നാൽ അവർക്കും ലൈസൻസ് നൽകുമെന്നും VS കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. LDFനെയും UDFനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത്. അതിനായി ഒരു തെരഞ്ഞെടുപ്പ് ഗാനവും ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഗാനമാണ് ഇന്ന് ചുവരെഴുത്ത്. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, നിങ്ങൾ രണ്ടും ഒന്നല്ലേ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, നിങ്ങൾ രണ്ടും ഒന്നല്ലേ. ഇടതും വലതും മതിയായേ ഇല്ല, നിങ്ങൾക്ക് വോട്ടില്ല. കട്ടും വെട്ടി മുടിച്ചില്ലേ ഇല്ല, നിങ്ങൾക്ക് മാപ്പില്ല. താനേ നന്നേ തന്നാനേ നാനന്നേ, താനേ നന്നേ തന്നാനേ നാനന്നേ, താനേ നന്നേ തന്നാനേ നാനന്നേ, താനേ നന്നേ തന്നാനേ നാനന്നേ.
നേമത്തെ സ്ഥാനാർത്ഥികൾക്ക് ഫ്ലെക്സ് ഭ്രമം കലശലായോ എന്ന് വോട്ടർമാർ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. വോട്ടുറപ്പിക്കാൻ സ്വാധീനമുണ്ടെങ്കിൽ സമുന്നതരായ നേതാക്കൾക്ക് മാത്രമല്ല നവോത്ഥാന നായകർക്കും സ്ഥാനാർത്ഥിക്കൊപ്പം ഫ്ലെക്സിൽ ഇടം നേടാം. നേമമണ്ഡലത്തിലെ ത്രികോണ മത്സരച്ചൂട് ചുവരെഴുത്തുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. VS-നും പിണറായി വിജയനുമൊപ്പമുള്ള ശിവൻകുട്ടിയുടെ ഫ്ലെക്സുകൾ നേമമണ്ഡലത്തിൽ ചിരപരിചിതമാണ്. എന്നാൽ സുപരിചിതമായ മറ്റൊരു മുഖം കാണാം. ശിവൻകുട്ടിയും ശ്രീനാരായണ ഗുരുവും എങ്ങനെ ഒരേ ഫ്ലക്സിലെത്തിയെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ലളിതമാണ്. മണ്ഡലത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ ഫ്ലക്സിൽ നവോത്ഥാന നായകന്മാർക്കും ഇടമുണ്ട്. സംസ്ഥാനത്തെ 140 സാമാജികരിൽ ശ്രീനാരായണീയർക്ക് അതിഥി മന്ദിരം നിർമ്മിക്കാൻ 85 ലക്ഷം രൂപ വിനിയോഗിച്ചത് ഈ MLA മാത്രമാണ്. പണം അനുവദിച്ച രേഖകൾ ഉൾപ്പെടെയാണ് ഫ്ലക്സ്. നേമത്തെ BJP പ്രവർത്തകർ മനസ്സുകൊണ്ട് രാജേട്ടനെ നിയമസഭയിൽ എത്തിച്ചു കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സുകളിലെ പശ്ചാത്തല ചിത്രങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തം. മണ്ഡലത്തിൽ അവസാനമായി എത്തിയ UDF സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ളയാകട്ടെ ചുമരെഴുത്തിന് സ്ഥലം തേടിയുള്ള പരക്കം പാച്ചിലാണ്. പല സ്ഥലങ്ങളിലും സുരേന്ദ്രൻപിള്ളയ്ക്ക് പേരിനൊപ്പം ചിഹ്നം വരയ്ക്കാൻ പോലും എതിർ സ്ഥാനാർത്ഥികൾ സ്ഥലം ഒഴിച്ചിട്ടിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യ ശില്പി എന്നാണ് ഫ്ലക്സുകളിൽ സുരേന്ദ്രൻപിള്ളയുടെ ക്യാപ്ഷൻ. UDF പാളയത്തിലേക്ക് എത്തിയതിനാൽ പിള്ളയുടെ അവകാശവാദത്തിന് കോൺഗ്രസുകാർക്ക് പ്രതിഷേധവുമില്ല. ചുമരെഴുത്തുകളിലെ ഈ മത്സരങ്ങളിൽ നിന്ന് തന്നെ നേമത്തെ തെരഞ്ഞെടുപ്പ് ചൂട് വ്യക്തം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഇനി ചരിത്രപഥം. വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ 1980 മുതൽ സ്ഥിരത പുലർത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 7% മുകളിലാണ് 980 മുതൽ ലീഗിന്റെ വോട്ട് ചരിത്രത്തിലേക്ക്. 1960-ലാണ് മുസ്ലിം ലീഗ് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 12 സീറ്റിൽ മത്സരിച്ചു, 11-ൽ വിജയിച്ചു, 4.96% വോട്ട് നേടി. എന്നാൽ 1965-ൽ വോട്ട് കുറഞ്ഞു, 3.83%. 1967-ൽ പക്ഷേ 6.75%-മായി വോട്ട് ഉയർന്നു. 1970-ൽ 20 സീറ്റിൽ മത്സരിച്ചപ്പോൾ വോട്ട് ശതമാനം 7.56-ആയി. 1977-ൽ അത് 4.45%-ലേക്ക് കൂപ്പുകുത്തി. 1980-ൽ 7.18%-ഉം 1982-ൽ 6.17% വോട്ടും മുസ്ലിം ലീഗിന് ലഭിച്ചു. 1987 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ലീഗിന് 7%-ൽ കൂടുതലാണ് വോട്ട്. 1987-ൽ 7.73%, 1991-ൽ 7.37%, 1996-ൽ 7.19% എന്നിങ്ങനെയാണ് അവ. 2001-ൽ 7.59%-ഉം 2006-ൽ 7.3%-ഉം 2011-ൽ 7.92% വോട്ടും മുസ്ലിം ലീഗ് നേടി. ഇലക്ഷൻ ഡെസ്ക്, റിപ്പോർട്ടർ. പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. ആദ്യ ദിനം പത്രിക നൽകിയവരിൽ KM മാണിയും കുമ്മനവും K മുരളീധരനും അടക്കമുള്ള പ്രമുഖർ. ഉറച്ച വിജയപ്രതീക്ഷ പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചതാണ് LDF-ന്റെ മദ്യനയമെന്ന് VS. അധികാരത്തിൽ വന്നാൽ ഒറ്റ ബാറും തുറക്കില്ല. UDF-ന്റേത് ഇരട്ടത്താപ്പ് നയം. LDF-ൽ കുഴപ്പമെന്നത് മാധ്യമ സൃഷ്ടിയെന്ന് കാനം. റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്കിടെ BJP പ്രവർത്തകർ മുഹമ്മദ് റിയാസിനോട് പാകിസ്ഥാനിൽ പോകാൻ ആക്രോശിച്ചത് CPIM പ്രചരണായുധമാക്കുന്നു. വിഷയം ചർച്ച ചെയ്യുമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. റിയാസ് പോലീസിൽ പരാതി നൽകി. തെരഞ്ഞെടുപ്പോടെ RSP ഇല്ലാതാകുമെന്ന് പറഞ്ഞ പിണറായിക്ക് NK പ്രേമചന്ദ്രന്റെ മറുപടി. വിജയന്റേത് ദിവാസ്വപ്നം. വ്യക്തമായത് മറ്റിടതു പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാനുള്ള CPIM നയമെന്നും പ്രേമചന്ദ്രൻ. ഭക്ഷണോട്ടം പൂർത്തിയാകുന്നു.